ആശാൻ സ്മാരക സാഹിത്യവേദിയുടെ 2026-27 വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും പുരസ്കാര വിതരണവും പെരുമ്പാവൂരിൽ നടന്നു. ആശാൻ സ്മാരക സാഹിത്യവേദിയുടെ 2026-27 വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും പുരസ്കാര വിതരണവും കുന്നത്തുനാട് SNDP ഹാളിൽ വെച്ച് നടന്നു. 2:30 മുതൽ അക്ഷരശ്ലോക സദസ്സായിരുന്നു. തുടർന്ന് NR മുരളീധരൻ ആശാൻ സ്മരണ നടത്തി. പ്രസിഡന്റ് MM ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോൺസൺ ഇരിഞ്ഞോൾ സ്വാഗതം പറഞ്ഞു. പെരുമ്പാവൂർ നഗരസഭാ ചെയർപേഴ്സൺ സംഗീത KN ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാലത്ത് നമ്മുടെ മഹാന്മാരായ കവികളും കലാകാരന്മാരും എഴുതിയിരുന്ന പല കാര്യങ്ങളുമാണ് അവരുടെ ഉൾക്കാഴ്ചകളിൽ നിന്ന്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ അവർ കഴിഞ്ഞുപോയ കാലങ്ങൾ കൊണ്ട് അവർക്കുണ്ടായ അനുഭവങ്ങളിലൂടെയാണ് അവർ ഓരോ കഥയായിട്ടും കവിതയായിട്ടും ഒക്കെ എഴുതിയത്. അതുകൊണ്ടാണ് അതിന് ഇത്രയും മൂല്യമുള്ളതും അത് ഈ കാലം ചെന്നിട്ട് ഇത്രയും വർഷം ചെന്നിട്ടും അത് ഓരോരുത്തരുടെയും മനസ്സിൽ കാണാപ്പാഠമായി നിൽക്കുന്നതിന് കാരണം അതാണ്. കാരണം അതിന് യഥാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളുടെ മൂല്യങ്ങൾ അത് മുറുകെ പിടിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെയാണത് മുന്നോട്ടും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനും അത് വളരെയേറെ അത്യാപേക്ഷികമായ ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു തലമുറ, അടുത്ത തലമുറ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതിനേക്കാളും കുറച്ചൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു തലമുറയായിരിക്കാം. അപ്പോൾ അവർക്കുടെ ഉള്ളിലേക്കും ഇങ്ങനെയുള്ള കഥാമൂല്യമുള്ള, ഇല്ലെങ്കിൽ കാലത്തിനനുസൃതമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും അവർക്കും കൂടി വായിക്കാനും അറിയാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു തലമുറയുടെ അത്യാവശ്യമാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സംഗീത KNയും കഥാകൃത്തും പ്രവർത്തകനുമായ ഡോക്ടർ KN ഉണ്ണികൃഷ്ണനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രവർത്തകനും കഥാകൃത്തുമായ ഡോക്ടർ KN ഉണ്ണികൃഷ്ണൻ പുരസ്കാര വിതരണം നടത്തി. സർഗസംഗമം മോഡറേറ്റർമാരായ ദാസ് മേദല, നൌഷാദ് MK എന്നിവർ ആശംസകൾ നേർന്നു. ധാരാളം ചെറുപ്പക്കാരും സാഹിത്യ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏറ്റവും നല്ല സാഹിത്യ കൂട്ടായ്മയായി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഈ നാടിൻ്റെ തന്നെ വിവിധ മേഖലകളിലുള്ള ഒരുപാട് എഴുത്തുകാർ, ആസ്വാദകർ, അങ്ങനെ ഒരുപാട് പേർ വന്നു പോകുന്ന ഒരു നല്ല സാഹിത്യ കൂട്ടായ്മയാണ് ഇത്. കേരളത്തിൽ തന്നെ അങ്ങോളങ്ങോളം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരുപാട് എഴുത്തുകാർ ഈ സാഹിത്യ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. നമ്മൾ ഓരോ വർഷവും ഓരോ മാസങ്ങളിലുമായിട്ടാണ് ഇവിടെ പ്രോഗ്രാമുകൾ നടത്തുന്നത്. ഇവിടെ കഥകളും കവിതകളും എഴുത്തുകാർക്ക് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന കഥകളിൽ നിന്നും കവിതകളിൽ നിന്നും എല്ലാ വർഷവും ഞങ്ങൾ 1, 2, 3 സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിൽ 3 പേർക്കും ഞങ്ങൾ മൊമൻ്റയും സർട്ടിഫിക്കറ്റുകളും ആശാൻ സ്മാരക സാഹിത്യവേദിയുടെ പേരിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എഴുത്തുകാരെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചും സാഹിത്യ മേഖലയിലെ എല്ലാ രീതിയിലുമുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മുതിർന്നവരും ചെറുപ്പക്കാരും എല്ലാം അടങ്ങിയ ഒരു സാഹിത്യ കൂട്ടായ്മയായിട്ട് പ്രവർത്തിച്ചു പോകുന്നതാണ് പെരുമ്പാവൂർ ആശാൻ സ്മാരക സാഹിത്യവേദി. ഈ നാടിന്, ഈ ദേശത്തെ എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കും അഭിമാനമായി നിൽക്കുന്ന ഒരു സാഹിത്യ കൂട്ടായ്മ കൂടിയാണ് ഇതെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. 2026-27 വർഷത്തെ സാഹിത്യ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനോദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ബഹുമാന്യായ മുനിസിപ്പൽ ചെയർപേഴ്സണാണ് പ്രവർത്തനോദ്ഘാടനം ചെയ്യുന്നത്. സാഹിത്യ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ സാറാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലൊരു പ്രവർത്തനോദ്ഘാടനം നടത്തിയാണ് നമ്മളുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ നടത്താറുള്ളത്. തുടർന്ന് വരുന്ന എല്ലാ മാസങ്ങളിലും ആദ്യത്തെ ഞായറാഴ്ച 2 മണി മുതൽ ഇവിടെ അക്ഷരശ്ലോക സദസ്സ്, അത് കഴിഞ്ഞാൽ വിവിധ സാഹിത്യകാരന്മാർ അവതരിപ്പിക്കുന്ന കവിതകൾ, കഥകൾ, മറ്റു ലേഖനങ്ങൾ ഒക്കെ അവതരിപ്പിക്കാറുണ്ട്. അവയിൽ നിന്ന് തിരഞ്ഞെടുത്ത് മികച്ച 1, 2, 3 സ്ഥാനങ്ങളിൽ വരുന്ന കഥയ്ക്കും കവിതയ്ക്കും വർഷാവസാനം, അതായത് ഈ പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ന് കഴിഞ്ഞ വർഷത്തെ സാഹിത്യകൃതികളുടെ സമ്മാനദാനം ഇന്ന് നിർവഹിക്കുന്നതാണ്. അതുകൂടാതെ നിരവധിയായ പുസ്തക പ്രകാശനങ്ങൾ, സാഹിത്യ ചർച്ചകൾ ഇവിടെ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷവും ഇപ്പോൾ നേരത്തെ പോലെ ഇതിൽ ഒന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ, ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ ഇതിലേക്ക് സംബന്ധിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഈ കൂട്ടായ്മ കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യ സമ്മേളനമായിട്ടാണ്
വളർന്നു വരുന്നത്. അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.